ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കാശിക്ക് സ്കൂളുള്ള ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ കാശിയെ കൊണ്ടാക്കിയിട്ട് റോഡിലാണ് കേട്ടോ വാൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അവിടെയാണ് വരുന്നത്. അപ്പോൾ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ ദിവസമല്ല, കുറേ മാസങ്ങളായി ഇതേപോലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഇടാതിരിക്കത്തില്ലല്ലോ, അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഉണ്ടാവും. മുമ്പ് പറയുന്ന കണക്കല്ല കേട്ടോ, എന്തായാലും വീഡിയോസ് ഉണ്ടാവും. ഓൾറെഡി ഞാൻ 5-6 വീഡിയോസ് എടുത്ത് വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ഓൾറെഡി വീഡിയോസ് എടുത്തു വെച്ചില്ലെങ്കിൽ ഒരു 2-3 ദിവസം വീഡിയോ എടുക്കാൻ പറ്റാതെ എന്തെങ്കിലും ബിസി ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടലിന് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്നും ഒരു വൈകിട്ട് ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇതേപോലുള്ള വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. ഡെയിലി ഉള്ള വീഡിയോസ് അതാണ് ഞാൻ ഇടുന്നത്. വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഇങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ കാശിയെ കൊണ്ടാക്കിയേച്ച് വന്നിട്ട്, ഞാൻ സാധാരണ രാവിലെ കാശിയെ കൊണ്ടാക്കിയേച്ച് വന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് എന്തെങ്കിലും ജോലിയൊക്കെ തുടങ്ങുന്നത്. ഇന്ന് എനിക്ക് എന്തോ കുറേ നാൾ കൂടിയിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും എനിക്ക് രാവിലെ അത്ര വിശപ്പ് തോന്നിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ അതിലോട്ടായിരിക്കുമല്ലോ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ രാവിലെ വിശപ്പൊന്നും തോന്നിയില്ല. അപ്പോൾ വന്നിട്ട് നേരെ തന്നെ റൂമൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കണമായിരുന്നു. 2-3 ദിവസമായിരുന്നു തുടച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമൊക്കെ ഒന്ന് അടുക്കി പറക്കിയിട്ട് തൂത്തായിരുന്നു. അധികം പൊടിയൊന്നുമില്ല, എന്നാലും തുടയ്ക്കുന്നതിന് മുമ്പ് തൂത്തിട്ട് തുടയ്ക്കുമ്പോഴാണല്ലോ അതിൻ്റെ വൃത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൂത്തിട്ട് റൂമൊക്കെ തുടച്ചു. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ടെറസിൽ കുറച്ച് അധികം തുണികൾ കഴുകിയത് കിടപ്പുണ്ടായിരുന്നു. ഇത് 2 ദിവസം മുന്നേ കഴുകിയിട്ട തുണികളാണ്. അപ്പോൾ ഞാൻ മേടിച്ച റൂമൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊന്ന് അടുക്കി പറക്കിയിട്ട് ഇത് കൊണ്ടുപോയി അടുക്കി അലമാരയിൽ വയ്ക്കാനുള്ളത്, അതായത് പുറത്തിടുന്നതൊക്കെ അലമാരയിലാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയും പിന്നെ വീട്ടിലിടുന്നതൊക്കെ അതായത് രീതിയിലൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. റൂം ക്ലീൻ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് ഇട്ടിരുന്നതാണ്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ തുണികൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഞാൻ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഒരേപോലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തുണി പറക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. കാശിയുടെയും എൻ്റെയും കുറേ ഡ്രസ്സുകൾ, കാശിയുടെ യൂണിഫോം ഒരു ജോഡി ഉണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയതും പിന്നെ വീട്ടിലിട്ടതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസത്തെ തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കഴുകുമ്പം എപ്പോഴായാലും ഇങ്ങനെ കുറേ തുണികളൊക്കെ കാണും. കാരണം 2 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുണി കഴുകുന്നുണ്ടാവുക. അപ്പോൾ ശനി ഞായറും ഒക്കെ വരുമ്പോഴത്തേക്കും കാശി വീട്ടിലുണ്ടെങ്കിൽ ഞാൻ തുണി കഴുകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങത്തില്ല. കാരണം നമ്മൾ കല്ലിലിട്ടാണല്ലോ കഴുകുന്നത്, വാഷിംഗ് മെഷീനിലൊന്നും അല്ല കഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2-3-4 പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റി കഴുകേണ്ടി വരും. അപ്പോൾ കുഞ്ഞ് ഓരോന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഞാൻ എന്ത് കളിക്കാനായാലും എടുക്കാനായാലും ഒക്കെ ഞാൻ കൂടെ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ തുണി കഴുകാൻ ഇറങ്ങിയാൽ അവൻ ഉടനെ വിളിക്കും. പിന്നെ അതിങ്ങനെ പെൻഡിങ് ഇട്ടിട്ട് പിന്നെ കയറി വരണം, പിന്നെയും പോയി കഴുകണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലി ചെയ്യുമ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പോഴും തന്നെ അത് കഴുകി അത് തീർക്കുന്നതാണ് കേട്ടോ. ആ ജോലി അപ്പോഴും തന്നെ തീർക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ പകുതിക്ക് വെച്ചിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതേപോലെ കുറച്ച് 2-3 ദിവസത്തെ തുണി ഇട്ടിരുന്നാലും പിന്നെ തന്നെ ഒരുമിച്ചെടുത്തിട്ട് കഴുകുന്നത്. എനിക്കത് അത്ര വലിയ പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. മുറ്റം തൂക്കാനായാലും തുണി കഴുകാനായാലും പിന്നെ ഫുഡ് ഉണ്ടാക്കാനായാലും വീട് വൃത്തിയാക്കാനായാലും എല്ലാം എനിക്ക് ഒരേപോലെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ജോലിയും ചെയ്യാൻ എനിക്ക് മടുപ്പും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എനിക്കറിയാം ജോലി ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ മടിയൊക്കെ ഉള്ളവർ ഇങ്ങനത്തെ വീഡിയോസും, അതായത് എൻ്റെ വീഡിയോസ് മാത്രമല്ല ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം
നമുക്കും അങ്ങനെ ഒരു താല്പര്യം തോന്നും. ജോലികളൊക്കെ ഒരാൾ ചെയ്യുന്ന കാണുമ്പം നമുക്കും ഒരു താല്പര്യം തോന്നുമല്ലോ. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നവർ ഒരുപാടുണ്ട്. കൂടുതലും അത് ഉച്ച കഴിഞ്ഞ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസും ഒക്കെ കാണാനിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത് അതും 25 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള എന്ന് നമുക്കിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ആരൊക്കെ അങ്ങനെ എത്ര ഏജുകാരാണ് കാണുന്നത്, ഫീമെയിൽസ് ആണോ മെയിൽസ് ആണോ, ഏത് രാജ്യത്തു നിന്നാണ് കാണുന്നത്, അതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൂടുതലും സ്ത്രീകളൊക്കെ ഫ്രീ ആവുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് 2 മണി അല്ലെ 4 മണി 5 മണി ആ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തുണിയെല്ലാം പറക്കി റൂമിൽ കൊണ്ടിട്ടു. അതിന് ശേഷം മുറ്റം എല്ലാം തൂത്തിട്ട് കുറച്ച് തുണി വീണ്ടും കുതിർത്ത് വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അത് കുതിർത്ത് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ കാശ് കൊണ്ടാക്കിയേച്ച് വന്ന് ഉടനെ ഫുഡ് കഴിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഒക്കെ എടുക്കേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഇതേപോലെ മുറ്റം എല്ലാം തൂത്ത് അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടില്ലായിരുന്നു. എന്നാലും രാവിലെ കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ എടുത്ത് കഴിച്ചു. തലേ ദിവസത്തെ അതായത് ഞായറാഴ്ച മേടിച്ച ബീഫിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും ചൂടാക്കി ചോറും എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ തുണി ഈ പൈപ്പിൻ്റെ അടുത്തിട്ടാണ് കേട്ടോ ബാക്കി കഴുകി അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീടിൻ്റെ ബാക്ക് സൈഡ് തൂത്ത് അവിടെ ഒരു സ്ഥലത്ത് തീ ഇട്ടല്ലോ, ആ ഒരു ഭാഗത്താണ് തുണി കഴുകുന്ന കല്ല്. അപ്പോൾ അവിടെ ഇട്ട് തുണിയെല്ലാം കഴുകിയായിരുന്നു. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിൽ വെള്ളം ഉള്ളപ്പം പിന്നെ തുണിയെല്ലാം വെള്ളം മാറ്റി കഴുകുന്നത് ഇവിടെ കൊണ്ടിട്ടാണ്. അധികം വെയിലില്ലാത്ത ദിവസമായിരുന്നു. സാധാരണ ഈ നേരത്തൊന്നും ഈ പൈപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വെയിലാണ്. അന്ന് എന്തോ വെയിലില്ലായിരുന്നു, ഇങ്ങനെ മങ്ങിയ അന്തരീക്ഷം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ കിടന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇട്ട് തുണിയെല്ലാം കഴുകാൻ പറ്റി. വെയിൽ കൊള്ളാതെ തന്നെ തുണിയെല്ലാം കഴുകിയെടുക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ നേരെ ടെറസിൽ വന്നിട്ട് തുണിയെല്ലാം വിരിച്ചിടുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, തറ്റത്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെയിലടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ടെറസിലിട്ട് തന്നെയാണ് തുണി ഉണക്കിയെടുക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഈ ഒരു സൈഡിലും. പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് എന്തായാലും ഉണങ്ങിയാലും പിറ്റേന്ന് പറക്കത്തുള്ളൂ. അങ്ങനെ തുണിയെല്ലാം കഴുകിയിട്ട് അപ്പോഴത്തേക്കൊരു 1:30 ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു സമയം. അപ്പോൾ കാശിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മേടിച്ചു ഇടിയപ്പം ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ അവിടെ 1-2 പാത്രങ്ങൾ സിങ്കിൻ്റെ അടുത്ത് കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. സോപ്പിട്ട് കഴുകിയായിരുന്നു കേട്ടോ. കഴുകുന്ന വീഡിയോ ഞാൻ പിന്നെ അങ്ങ് കട്ട് ചെയ്തതാണ്. പിന്നെ ബാക്കി കഴുകുന്നത് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സോളം, ഒരു വലിയൊരു ഗ്ലാസ്സോളം വെള്ളം വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണ, ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ, ഒരു മാവിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ സമയത്ത് തീ കുറച്ച് തന്നെ ഇട്ടേക്കണം. പിന്നെ ഒരു ഇത്തിരി കഴിഞ്ഞങ്ങ് ഓഫ് ചെയ്താൽ മതി, അധികം ചൂടാക്കണ്ട. മാവിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തീയിലൊന്നും ഇട്ടേക്കണ്ട, ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കുടഞ്ഞ് കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടത്തില്ല, ഭയങ്കര പാടായിരിക്കും. എനിക്ക് തുടക്കത്തിൽ ഭയങ്കര പാടായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും കറക്റ്റായിട്ട് കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കേണ്ടതെന്ന് അറിയാം, പക്ഷേ ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നേരിട്ട് മാവിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. അങ്ങനെ ഇതേപോലെ കുഴച്ചെടുക്കണം, നന്നായിട്ട് കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. എന്നിട്ട് ഇഡലിയുടെ തട്ടിലോട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി കേട്ടോ. ഇഡലി തട്ട് നന്നായിട്ട് പഴയതാണ്. പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കാറുണ്ട് കേട്ടോ, വിറകടുപ്പിൽ. അതുകൊണ്ടാണ് കളർ ചേഞ്ച് പോലെ തോന്നുന്നത്, അല്ലാതെ കഴുകാത്തതും ഒന്നുമല്ല കേട്ടോ. നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതാണ്. പിന്നെ പഴകിയത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ കണക്ക് അടുപ്പിലൊക്കെ വെക്കുന്നത് കൊണ്ടുള്ള ഒരു കളർ ചേഞ്ചാണ്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ച് പുതിയതാണ് കേട്ടോ, കുറച്ച് നാളായതേ ഉള്ളായിരുന്നു വാങ്ങിച്ചിട്ട്. ഇത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയ സമയത്ത് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. ഒരു 2-3 തവണ ഫ്ലോപ്പായി പോയായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു രീതി മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയാം. പിന്നെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ തേങ്ങാപ്പീര ഇതേപോലെ അടിയിൽ ഇട്ടേച്ച് ഇതിങ്ങനെ ചുറ്റിച്ച് ഇതാക്കാം. പക്ഷേ
എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ വേവിച്ച തേങ്ങാപ്പീര അതിലിങ്ങനെ കിടക്കുന്ന അത്ര എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എണ്ണ തൂത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാലും ആരും കഴിക്കത്തൊന്നുമില്ല, ഇങ്ങനെ കണ്ട് തന്നെ ഒരു മടുപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് വൈകിട്ട് സമയത്തല്ലേ ഉണ്ടാക്കി, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് ആശയെ വിളിക്കാനായിട്ടൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് പിന്നെ ചോക്കോസ് ഇട്ട പാലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടോടെ ഞാൻ ഇതിലോട്ട് പാലെടുത്ത് ഒഴിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് അലിഞ്ഞൊരു വല്ലാതെ ആയിപ്പോവും. അപ്പോൾ ഒരു 5-6 വട്ടം ഞാൻ ഒന്ന് ചൂടൊന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് ഇതിലോട്ട് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.